പുഷ്പഗിരിയിൽ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ CA ജോമോൻ കുര്യൻ, ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീ ശരത്, ശ്രീ TS ജയരാജ്, ശ്രീ സിജു നടുവിലാത്ത്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഷിബു സഖറിയ, ശ്രീ ജോസ് കുര്യൻ, പ്രിൻസിപ്പൽ ശ്രീ ഷിബു സഖറിയ, PTA പ്രസിഡന്റ് ശ്രീ പ്രതാപൻ, വൈസ് ചെയർമാൻ ശ്രീ ബെന്നി കുര്യൻ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി ഷീബ നിവാസ്, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലിൻസി ജോസഫ്, ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷകർത്താക്കളെ, ഈ സ്കൂളിലെ അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ 3 കാര്യങ്ങളിൽ എനിക്കുള്ള വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന് ഈ വേദിയുടെ മുമ്പിൽ ഞങ്ങളിരിക്കുമ്പോൾ ആദ്യമായി ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭൂതി തന്നത് ഇവിടെ രംഗപൂജയ്ക്കായി അവതരിപ്പിച്ച മനോഹരമായ നൃത്തമാണ്. വളരെ മനോഹരമായി ആ നൃത്തം അവതരിപ്പിച്ച ആ കുട്ടികളെ എല്ലാവരെയും ഞാൻ മുക്തകണ്ഠം അനുമോദിക്കുകയാണ്. അപ്പോൾ ഒന്നിനു പുറകെ സന്തോഷം കൂടി വരുന്നത്, അതിനുശേഷം ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഷിബു സക്കറിയായും ഹെഡ് മിസ്ട്രസ് ശ്രീമതി ലിൻസി ജോസഫും 2 റിപ്പോർട്ടുകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. 15 വർഷം മാത്രം പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ റിപ്പോർട്ടും നല്ലപാഠം കോർഡിനേറ്റർ റിപ്പോർട്ടും ഈ സ്കൂള് എത്ര വലിയ ഉയരങ്ങളിലേക്ക് ചെന്നെത്തി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ്. കാരണം ഇതിൻ്റെ സ്ഥാപകർ ആഗ്രഹിച്ചതുപോലെ തന്നെ 100 വിദ്യാർത്ഥികളുമായിട്ട് ആരംഭിച്ച് ഇന്നിപ്പോൾ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ CBSE സീനിയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചു. അവർ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നു. ഇവിടെ നിന്ന് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് എഴുതിയ 45 കുട്ടികളിൽ എല്ലാവരും പ്രശസ്തമായ രീതിയിൽ അനേകം പേർക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി വലിയ മാർക്ക് കരസ്ഥമാക്കിയ ആമിനെയും എല്ലാവരും വളരെ മനോഹരമായ രീതിയിൽ, സ്കൂളിന് അഭിമാനകരമായ രീതിയിൽ, നാടിന് അഭിമാനകരമായ രീതിയിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. അതുപോലെ എല്ലാ രംഗങ്ങളിലുമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തിയിരിക്കുന്നു. നല്ല പാഠത്തിൻ്റെ ഭാഗമായി ഈ സമൂഹത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞ്, നമ്മളുടെ സഹപാഠികളുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ്, നമ്മുടെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ് അതുമായിട്ട് പ്രതികരിക്കാനും അവയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നത് നമ്മളുടെ കടമയാണെന്ന് കുട്ടികളെ മനസ്സിലാക്കാനുമുള്ള നന്മ തുളുമ്പുന്ന ധാരാളം പ്രവൃത്തികൾ ഒന്നിനു പുറകെ ഒന്നായി വളരെ പ്രൗഢമായി തന്നെ ശ്രീമതി ലിൻസി ജോസഫ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു സ്കൂളിൻ്റെ ആനിവേഴ്സറി ചടങ്ങിൽ നമ്മൾ വരുമ്പോൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഇത്രമാത്രം നല്ല പരിപാടികൾ, അവരുടെ പഠിത്തത്തിൽ മാത്രമല്ല, പഠിത്തത്തിൽ എല്ലാവരും പാസ്സാകുന്നുണ്ട്, നല്ല ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, പഠിത്തത്തോടൊപ്പം തന്നെ അവരുടെ കലാപരവും സാമൂഹ്യ ബോധപരവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ നേതൃത്വവും പ്രചോദനവും കുട്ടികൾക്ക് ഉത്സാഹവും ഒക്കെ പകർന്നു നൽകിക്കൊണ്ട് മനോഹരമായ നിലയിൽ ഈ സ്കൂള് നടത്തുന്നതിന് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെയും ഹെഡ് മാസ്റ്ററെയും അധ്യാപകരെയും രക്ഷകർത്താക്കളെയും എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ മൂന്നാമത്തെ സന്തോഷം ഈ സ്കൂൾ തന്നെയാണ്.
ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സ്കൂള് സ്ഥാപിച്ച ശ്രീ കുര്യൻ, അദ്ദേഹം എന്നെപ്പോലെ തന്നെ ഒരു റാന്നിക്കാരനാണ്. അതുകൊണ്ട് റാന്നിയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് ഈ ഇടമൺ പ്രദേശത്ത് വന്ന് ഇവിടെ താമസമാക്കി ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ സ്വന്തം കുടുംബത്തെ തന്നെ പരിപോഷിച്ച് വളർത്തിയെടുത്ത് അവരെല്ലാം ഉന്നത സ്ഥാനീയരാണെന്ന് ഈ സഹോദരന്മാരോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയായിരിക്കണം ശ്രീ AC കുര്യൻ തൻ്റെ മക്കളെ കണ്ടത്. എന്നാൽ തൻ്റെ മക്കൾക്ക് അപ്പുറത്തേക്ക് ഈ നാടിൻ്റെ മക്കളെയും അദ്ദേഹം കാണുകയും ഈ നാടിൻ്റെ മക്കൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യം ഈ കുട്ടികളൊക്കെ എന്നോട് പറയുകയുണ്ടായി. അവരെല്ലാം 7 കിലോമീറ്റർ നടന്ന്, ഏറ്റവും മൂത്ത ചേട്ടൻ ഇവിടെ സ്കൂളില്ലാത്തതുകൊണ്ട് കല്ലിശ്ശേരിയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം പ്രയാസപ്പെട്ടാണ് വിദ്യാഭ്യാസം അവരുടെ ചെറുപ്പകാലത്തിൽ 60കളിലും 70കളിലും അവർ നേടിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉള്ള നല്ല വിദ്യാഭ്യാസം അവരുടെ സ്വന്തം നാട്ടിൽ തന്നെ ലഭിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ശ്രീ AC കുര്യൻ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇത്രമാത്രം വിജയിച്ചതിൽ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ഫെലോ റാന്നിക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷവും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പിന്നീട് ഇവിടെ സ്വാഗത പ്രസംഗം ആശംസിച്ച ശ്രീ ജോസ് കുര്യന് എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളുകളുടെ ആനുവൽ ഡേക്ക് പോകുന്നത് സാധാരണമാണ്. ഇതുവരെ ഒരു 10 വളരെയധികം സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്കൂൾ ആനുവൽ ഫംഗ്ഷന് സംബന്ധിച്ചപ്പോൾ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരിക്കലും ഇതുവരെ പറയാത്ത കാര്യം ശ്രീ ജോസ് കുര്യൻ ഇവിടെ പറഞ്ഞു. അതെന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം മാർക്കിനെ കുറിച്ചാണ്. ഒരു സ്കൂളിൻ്റെ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും മൊത്തം മുമ്പിൽ വെച്ച് ഇത്ര ധൈര്യമായിട്ട് മാർക്കല്ല കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഏതാണ്ട് 4 തവണയാണ് അദ്ദേഹം അത് പറഞ്ഞത്. മാർക്കല്ല കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. എനിക്ക് മാർക്കൊന്നും കുറവല്ലായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിൽ മാർക്കിനേക്കാൾ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അറിവ് വേണം. അറിവിനെക്കുറിച്ച് എഴുതാൻ അറിയണം, കണക്ക് കൂട്ടാൻ അറിയണം, സംസാരിക്കാൻ അറിയണം, എല്ലാം അറിയണം. പക്ഷേ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ മാർക്കിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിവിടെ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വെച്ച് ഈ സ്കൂളിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് തന്നെ മാർക്കിനപ്പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ സിലബസിനപ്പുറത്തേക്ക് നമ്മളെല്ലാം CBSEക്ക് സിലബസ് കാണും, മറ്റ് SSLCക്ക് സിലബസ് കാണും. ഈ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ ഹൃദയസ്ഥമായി പഠിച്ച് അതെല്ലാം കാണാതെ പഠിച്ച് ഏതെങ്കിലും പരീക്ഷ നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വെള്ള പേപ്പറിലേക്ക് എഴുതി വെച്ച് ടൺ കണക്കിന് മാർക്ക് വാങ്ങിച്ച് നമ്മളൊക്കെ മിടുക്കരാണെന്ന് നമ്മൾ ഭാവിക്കുന്നത് അതായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചപ്പോഴുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി. പക്ഷേ ഇന്ന് ആ വിദ്യാഭ്യാസ ശൈലി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ ജോയ്മോൻ കുര്യൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ച് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തനം വിരസതമാണെങ്കിലും പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അത് പോയിൻ്റ് ഔട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാനതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ കൺമുമ്പാകെ നമ്മുടെ അനുഭവത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു മാറ്റമാണ് കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി. ആ നിർമ്മിത ബുദ്ധി ചെയ്യുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞതിന് സപ്പോർട്ടായിട്ട് ഏതാണ്ട് 2 മാസം മുമ്പ് നവംബറിൽ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളും അപകടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ ഒരു സെമിനാർ, ഒരു വലിയ ചർച്ച
ഈ കമ്പനികളുടെ എല്ലാ ആഗോള വ്യാപകമായിട്ടുള്ള വലിയ വലിയ കമ്പനികളുടെ ആളുകളെല്ലാവരും കൂടി സമ്മേളിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും അപകടങ്ങളും, അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അതിൻ്റെ ക്ലോസിംഗ് സെഷനൊക്കെ പോയത്, ഋഷി സുനാക്. അതിനുശേഷം ഒരു പത്രസമ്മേളനം നടത്തിയത് ഇലോൺ മസ്കും ഋഷി സുനാക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും കൂടെയാണ്. ആ പത്രസമ്മേളനത്തിൽ എലോൺ മസ്ക് പറഞ്ഞ കാര്യം അത് ശ്രീ ജോയ് മോഹൻ ഇവിടെ പറഞ്ഞ അതേ കാര്യമാണ്, അതിനപ്പുറത്തേക്കാണ്. മസ്ക് പറഞ്ഞ കാര്യം നമ്മളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വരുന്ന 15 വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്ത് ഇന്ന് നിലവിലുള്ള 95% ജോലികളും, ഇന്ന് ഈ ലോകത്ത് നിലവിലുള്ള 95% ജോലികളും നിർമ്മിത ബുദ്ധി ഏറ്റെടുക്കും. മിക്കവാറും എല്ലാ ജോലികളും. ഇവിടെ ഞാൻ റിട്ടയർ ചെയ്ത കാര്യമായി ഇനി പോലീസിൻ്റെ ജോലി തന്നെ കൃത്രിമ ബുദ്ധി ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ക്യാമറയിൽ കൂടി ലക്ഷക്കണക്കിന് കേസുകളാണ് വേണമെങ്കിൽ പിടിക്കാവുന്നത്. എല്ലാവരെയും നിരീക്ഷണത്തിലാക്കുക, ആർക്ക് കുറ്റകൃത്യം ചെയ്ത് കണ്ടുക. പോലീസുകാർക്ക് പോലും ജോലിയില്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ 60,000 പോലീസുകാരുണ്ട്. 60,000 പോലീസുകാർ ചെയ്യുന്ന ജോലി ഒരു പക്ഷേ 10-100 കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. കോടതികളിലെ തെളിവെടുക്കുക, തെളിവ് വിശദീകരണം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ശ്രീ ജോയ് മോഹൻ തന്നെ ചെയ്യുന്ന ജോലി, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ജോലി, ഇതെല്ലാം ചട്ടപ്രകാരമാണോ അക്കൗണ്ടുകൾ ചെയ്തിരിക്കുന്നത്? ഓഡിറ്റിംഗ് ജോലികൾ. ഇപ്പോൾ തന്നെ പേപ്പർലെസ് ഓഫീസ്, പല സ്ഥലങ്ങളിലും പേപ്പറില്ല ഓഫീസിന്. അപ്പോൾ ക്ലർക്കുമാർ, എഴുത്തുകുത്തുകൾ, എഴുത്തിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ചാറ്റ് GPT വന്നാൽ പിന്നെ എന്തും എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ ജോലികളും. അധ്യാപകർ എന്താണ്, നമുക്ക് നിശ്ചിത പാഠഭാഗം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കുക. അത് കമ്പ്യൂട്ടറിൻ്റെ കൂടി ഡിജിറ്റൽ ലേണിങ്ങിൽ കൂടി അത് സാധ്യമാകും. നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെല്ലാം ജോലികളെക്കുറിച്ച് ആലോചിച്ചോ, ഈ ജോലികളെല്ലാം തന്നെ കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്ത് കഴിവാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഇത് വലിയ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ ജോസ് കുര്യൻ ഇവിടെ സൂചിപ്പിച്ച മാർക്കിനപ്പുറം, ബിയോണ്ട് സിലബസ് പഠിക്കണം. സിലബസ് പഠിക്കുന്നതോടൊപ്പം തന്നെ ബിയോണ്ട് ദ സിലബസ് കേപ്പബിൾ ആകാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ മാറ്റിയെടുക്കണം. പുതിയ മേഖലകളിലേക്ക്, കമ്പ്യൂട്ടറിന് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിലേക്ക് ചെന്നെത്താൻ ഇപ്പം മനുഷ്യരെ സഹായിക്കുക, കെയർ, കംഫർട്ടിങ്, ലവിങ്, സിംഗിങ്, ഡാൻസിങ്, ആക്ടിങ്. ഇവിടെ ശ്രീ ശരത് മന്ദിർ ഇരിപ്പുണ്ട്, ഒരു സംഗീത സംവിധായകനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ നമ്മളിപ്പോൾ ഇതൊന്നും ഒരു ഗുണമില്ല. സ്പോർട്സ്, കായിക വിനോദങ്ങൾ. കാരണം ഈ ലോകത്തിൽ, ഇനി വരാൻ പോകുന്ന ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് സാധനങ്ങൾ ഉൽപ്പാദിക്കപ്പെടും. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഇക്കോണമിയുടെ വളർച്ചയേക്കാൾ വളരെ ത്വരിത വേഗത്തിൽ 21ാം നൂറ്റാണ്ടിൽ എല്ലാ സമ്പദ് വ്യവസ്ഥകളും മുന്നേറും. സാധന സമൃദ്ധി. The world will be filled with goods, plenty of goods. നാം മനുഷ്യകുലം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള സാധന സമൃദ്ധി മനുഷ്യർ അനുഭവിക്കും. പക്ഷേ മനുഷ്യന് പ്രശ്നം നേരിടും. ആ പ്രശ്നം എന്താണ്? ബോറടി. മനുഷ്യന് ജോലിയില്ലാന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത് ബോർഡം. നമ്മൾ ചെയ്യാൻ പണിയൊന്നുമില്ല, അപ്പോൾ മനുഷ്യന് ബോർഡം ഉണ്ടാവും. അപ്പോൾ ഈ ബോർഡം പരിഹരിക്കുന്നതിനുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ, അല്ലെങ്കിൽ മനുഷ്യന് ഇൽനെസ്സും ലോൺലിനെസ്സും ഉണ്ടാവും. അപ്പോൾ ഇൽനെസ്, ലോൺലിനെസ്, ബോർഡം എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ജോലി ഉണ്ടാകുന്നത് മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ മറ്റു മനുഷ്യർക്ക് ഉണ്ടാകാൻ പോകുന്ന ആവശ്യങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള കോമ്പിറ്റൻസീസ് നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പഠിക്കുന്ന സിലബസിനപ്പുറത്ത് എൻ്റെ ബാല്യകാലത്ത് ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ റെലവൻ്റ് അല്ല. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തെ അത്താഴം നമുക്ക് ഫോണിൽ പറഞ്ഞാൽ, കമ്പ്യൂട്ടറിൽ ഓർഡർ ചെയ്താൽ
മറ്റാരോ കുക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുതരും എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? നമ്മുടെ ആമസോണിൽ കൂടി നമുക്ക് ഏത് സാധനവും വാങ്ങിക്കാം. ഒരു ഫ്രിഡ്ജ് വരെ, ഒരു ബാഗ് വരെ, എന്ത് സാധനവും നമുക്ക് ആമസോണിൽ നിന്നിരുന്ന് വാങ്ങിക്കാം. പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി ഏതെങ്കിലും കടയിൽ പോകേണ്ട കാര്യമില്ല. മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് വാങ്ങിക്കാം. അപ്പോൾ ആ കടകളില്ലാത്ത ലോകം, ഡ്രൈവറില്ലാത്ത കാറുകൾ, താമസിയാതെ ഒരു 10 കൊല്ലത്തിനകം നമ്മുടെ കാറുകൾക്കൊന്നും ഡ്രൈവർ ഇല്ലാതാകും. കാറുകൾ തന്നെ അപകടരഹിതമായി നമ്മുടെ വണ്ടികൾ റോഡുകളിൽ കൂടി ഓടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ മനുഷ്യർക്ക് ചെയ്യാനൊന്നുമില്ലാതെ വലിയ ബോറിംഗ് ലൈഫ് ഈസ് ബോറിംഗ്. ഹൗ ടു മേക്ക് മൈ ലൈഫ് ഇൻട്രസ്റ്റിംഗ്, ഹൗ ടു ട്രാവൽ, ഹൗ ടു സീ സൈറ്റ്സ്, ഹൗ ടു ഡു ഗാർഡനിങ്, how to create things of beauty, how to create things which other people can enjoy, how to make other people's life meaningful. ഇതായിരിക്കും നമുക്ക് വരാനിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ചസ്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, അവരുടെ ജീവിത വീക്ഷണം നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആ കഴിവുകളെ നല്ലതുപോലെ രൂപീകരിച്ചെടുത്ത് ഫോം ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വലിയ കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അതെല്ലാം റെലവൻ്റാണ്. അത് സിലബസിലില്ല, അതുകൊണ്ട് പഠിക്കണ്ട, ഇത് പഠിച്ചുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് പറയുന്നതിനപ്പുറം ഒരു കുട്ടിക്ക് എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവുകളെല്ലാം തന്നെ വരാനിരിക്കുന്ന ലോകത്തിൽ അവനത് പ്രയോജനപ്പെടും. ആ കഴിവ് വളർത്തിയെടുത്ത് ഹോൺ എവരി സ്കിൽ, refine every skill, make him competent in whatever he is good at. ഇതാണ് നമുക്ക് ഇനിയും വരാൻ പോകുന്ന വിദ്യാഭ്യാസം. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയ മറ്റ് രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോഴും കുട്ടികളെ പകർത്തി എഴുതാനും ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനും ഒക്കെ നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പോൾ ദേ ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഹാൻഡ് റൈറ്റിംഗ്. കാരണം കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞു. അവൻ ഇനി ഒരിക്കലും കൈകൊണ്ട് എഴുതാൻ പോകുന്നില്ല. എനിക്കിപ്പോൾ 72 വയസ്സായി. ഞാൻ ആദ്യം അക്ഷരം പഠിച്ചത് ഓലയിലായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ഓലയിൽ എഴുതുമോ? അപ്പോൾ നാരായം കൊണ്ട് ഓലയിൽ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്കില്ലിന്, നാരായം കൊണ്ട് ഓലയിൽ എഴുതുന്ന സ്കില്ലിന് ഇന്നെന്തെങ്കിലും മാർക്കറ്റുണ്ടോ? അതിനുശേഷം ഞാൻ 5 വയസ്സുള്ളപ്പോൾ എനിക്ക് കിട്ടിയത് സ്ലേറ്റാണ്. സ്ലേറ്റ് ഉണ്ടാക്കി സ്ലേറ്റിനകത്തിൽ സ്ലേറ്റ് പെൻസിൽ കൊണ്ട് എഴുതുക. 4ാം ക്ലാസ് ആയപ്പോൾ പറഞ്ഞു, നിങ്ങളിത് കാര്യം ചെയ്യുക, ഇനി നിനക്ക് മഷിക്കകത്ത് മുക്കി പേന എഴുതാം. ഇങ്ങനെ 7 രീതിയിലുള്ള എഴുത്ത് പരിപാടിയാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ 7 കൊണ്ട് ഇപ്പോൾ പ്രയോജനമില്ല. ഇപ്പോൾ ഞാൻ ആകെ ചെയ്യുന്നത് എൻ്റെ വിരൽ കൊണ്ടാണ്, കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് ഞെക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഈ ഡിജിറ്റൽ ലോകവുമായിട്ട് ഏറ്റവും വേഗത്തിൽ ബന്ധിപ്പിക്കുക, ആ ഡിജിറ്റൽ ലോകത്തിലെ അപകട സാധ്യതകൾ എന്താണെന്ന് അവരെ മനസ്സിലാക്കുക, ആ ഡിജിറ്റൽ ലോകം എങ്ങനെ അനുകൂലമാക്കിയെടുക്കാം, നമ്മുടെ കഴിവുകൾ എങ്ങനെ ഡിജിറ്റൽ ലോകത്തോടുകൂടി റിഫൈൻ ചെയ്തെടുക്കാം, ഈ കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഡിജിറ്റൽ ലോകത്തെ നമ്മൾ ഭയപ്പെട്ട് ഇതെല്ലാം അപകടമാണ്, അങ്ങോട്ട് നീ പോകരുത് എന്ന് പറയുന്നതിലല്ല, മറിച്ച് ആ അപകടങ്ങൾ മനസ്സിലാക്കി ആ അപകടങ്ങൾ അവോയ്ഡ് ചെയ്ത് ഡിജിറ്റൽ ലോകത്തോടുകൂടി സ്വച്ഛന്തമായി സുരക്ഷിതമായി മുന്നേറുവാൻ അവനെങ്ങനെ സാധിക്കും, അവൾക്കെങ്ങനെ സാധിക്കും, ഇതവളെ മനസ്സിലാക്കി കൊടുക്കുകയും അവനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇന്നിവിടെ വന്നപ്പോൾ ഇതൊന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. എങ്കിലും സ്വാഗത പ്രാസംഗികനും ഈ സ്കൂളിൻ്റെ ചെയർമാനും അവരുടെ പ്രസംഗത്തിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം അഭിമുഖീകരിക്കുന്ന മൗലികമായ 2 പ്രശ്നങ്ങൾ, ഒന്ന് മാർക്കിൻ്റെ പ്രശ്നം, ഒന്ന് ഡിജിറ്റൽ പുരോഗതി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് നമ്മുടെ അതിൻ്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയിട്ടില്ല എന്നുള്ള അധികം ആരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ദുരവസ്ഥ. ഈ 2 കാര്യങ്ങളും ഇന്നിവിടെ പ്രതിപാദിച്ചതുകൊണ്ട് സാന്ദർഭികമായി ഞാനിതിനെക്കുറിച്ച് വായിക്കുകയും ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇത്ര കഠിനമായ വിഷയത്തെക്കുറിച്ച് മനോഹരമായ സന്ധ്യയിൽ ഈ കഠിനമായ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. വളരെ സന്തോഷകരമായ ഒരു ദിനമാണിത്. ദീർഘകാലത്തെ പ്രയത്നത്തിന് ശേഷം വളരെയധികം സംഘാടക മികവ് കാട്ടി മനോഹരമായ രീതിയിൽ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്.
നിങ്ങളുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, അവരുടെ കലാപരിപാടികൾ ഇനിയും നടക്കാനുണ്ട്. അവരുടെ വർഷം മുഴുവൻ അവർ നടത്തിയ പരിശ്രമം, അവരുടെ അധ്യയന പ്രക്രിയ, അവരുടെ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിൽ അധ്യാപകരും രക്ഷിതാക്കളും നടത്തിയ ശ്രദ്ധ, അതിൻ്റെ എല്ലാം മനോഹരമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനെല്ലാ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. നല്ല രീതിയിൽ ഇന്നത്തെ ദിവസവും ഇന്നത്തെ രാത്രിയും വളരെ ആഹ്ലാദകരമായ അനുഭൂതിയാകട്ടെ. ഈ സ്കൂള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതിൽ, ഈ മലയോര പ്രദേശത്ത് വന്ന് ഇത്ര നല്ല ഒരു ഫെസിലിറ്റി, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറോടുകൂടിയുള്ള ഒരു ഫെസിലിറ്റി ഈ മലയോര പ്രദേശത്ത് ഉണ്ടാക്കിയെടുത്ത് അവിടെ ഇത്ര ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം, അതും വലിയ ദർശനത്തോടുകൂടി ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കണം, ഈ നാടിൻ്റെ ഭാവി എന്തായിരിക്കണം എന്ന ദർശനത്തോടുകൂടി ഈ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റിനെ അഭിനന്ദിച്ചുകൊണ്ടും ഇവിടുത്തെ അധ്യാപകരെയും ഹെഡ് മാസ്റ്ററെയും പ്രിൻസിപ്പലിനെയും പ്രത്യേകം ഓർത്തുകൊണ്ടും നിങ്ങൾക്കെല്ലാം നന്മ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ഹ്രസ്വ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്മ വരട്ടെ.